അക്യുപങ്ക്ചർ ചികിത്സാ രീതിയിലൂടെ പ്രസവം നടത്താൻ ശ്രമിച്ച അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താൻ ശുപാർശ. കുഞ്ഞിന്റെ മരണകാരണം ഇപ്പോഴും അവ്യക്തമായി തുടരുന്നതിനാലാണ് ഫോറൻസിക് വിഭാഗം പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത്. മുഹ്സിനയുടെ പ്രസവം നടന്ന 6-ാം ദിവസം കുഞ്ഞ് മരിക്കുകയായിരുന്നു. വിവരങ്ങളുമായി സാനു കെ സജീവാണ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. സാനു, ഈ കുഞ്ഞിന്റെ മൃതദേഹം, നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്ത പരിശോധന എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? പറയൂ മറ്റ് വിവരങ്ങൾ കൂടി. രാഖി, വ്യാജ അക്യുപങ്ചർ ചികിത്സയിലൂടെയാണ് മുഹ്സിന എന്ന് പറയുന്ന 37-കാരിയായിട്ടുള്ള യുവതി നരകയാതന അനുഭവിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 21-ാം വയസ്സിൽ വിവാഹിതയാകുന്നു, 37-ാമത്തെ വയസ്സിൽ ജീവൻ നഷ്ടപ്പെടുന്നു. ഇതിനിടയിൽ 8 കുഞ്ഞുങ്ങൾക്കാണ് മുഹ്സിന ജന്മം നൽകിയത്. ഈ പ്രസവങ്ങളെല്ലാം, ഈ കുട്ടികൾക്കെല്ലാം ജന്മം നൽകിയത് വ്യാജ അക്യുപങ്ചർ ചികിത്സാ വിധിയിലൂടെയാണ്, അല്ലെ ആ രീതിയിലൂടെയാണ് ഇവിടെ ഈ ഇത്രയും കുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ 8 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതിൽ 4 കുട്ടികൾ മാത്രമാണ് ഈ വേളയിൽ ജീവിച്ചിരിപ്പുള്ളത്. ബാക്കി എല്ലാവരും മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ 8ാമത്തെ കുട്ടിക്ക് ജന്മം നൽകുന്ന വേളയിലാണ് ഇവർക്ക് ഈ നരകയാതന അനുഭവിക്കേണ്ടി വന്നത്, ഈ വലിയ വേദന അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, ഈ മതം എത്രത്തോളം ഒരാളെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. ആധുനിക ചികിത്സാ സംവിധാനങ്ങളെല്ലാം ഉണ്ടെന്നിരിക്കെ അവിടെ എന്നും പോകാതെ വീട്ടിൽ തന്നെ ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ വ്യാജ അക്യുപങ്ചർ ചികിത്സ നടത്തുന്നു എന്നുള്ളത് തന്നെ എത്രത്തോളം ദുരവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു മതം എത്രത്തോളം ഒരു മനുഷ്യനെ ഇങ്ങനെ സ്വാധീനിക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നു വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. എന്തായാലും ഈ യുവതി ഈ വ്യാജ അക്യുപങ്ചർ ചികിത്സാ വിധിയിലൂടെ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു. ആ കുട്ടി മരണത്തിന് കീഴടങ്ങുന്നു. ഇതിനുശേഷം ഇവർ അനുഭവിച്ചത് വലിയ നരകയാതനയാണ്. ഇവരുടെ ശരീരമടക്കം, അതായത് കഴിഞ്ഞ 6 മാസത്തോളമായി ഇവർ കിടപ്പിലായിരുന്നു. ഇവരുടെ ശരീരമാസകലം വ്രണം വന്ന് പൊട്ടിയ നിലയിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആ മുഹ്സിനയുടെ കുടുംബാംഗങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഇത്രയധികം വേദന അനുഭവിക്കുമ്പോഴും, ഇത്രയധികം ശരീരമാസകലം ഇത്തരത്തിൽ പൊട്ടി കിടപ്പിലായി കിടക്കുന്ന മുഹ്സിനയുടെ ശരീരമടക്കം ഇത്രയധികം പൊട്ടിക്കിടക്കുമ്പോഴും ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ഭർത്താവ് തയ്യാറായിട്ടില്ല എന്നൊരു ആരോപണവും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ മരണപ്പെട്ട കുട്ടിയുടെ മൃതശരീരം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനടക്കമുള്ള, വീണ്ടും പരിശോധന നടത്തുന്നതിനടക്കമുള്ള കാര്യങ്ങളിലേക്ക് വഴിത്തിരിവാവുകയാണ്. പോലീസ് ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് കോടതിയെ സമീപിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു വിധി, അനുകൂലമായിട്ടൊരു വിധി സമ്പാദിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വ്യാജ അക്യുപങ്ചർ ചികിത്സ നടത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ചില കേന്ദ്രീകരിച്ചുള്ളവരാണ്. ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. മലപ്പുറം, കോഴിക്കോട്, അതേപോലെ തന്നെ തൃശ്ശൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ഈ വ്യാജ അക്യുപങ്ചർ ചികിത്സയ്ക്ക് ഇവരാണ് നേതൃത്വം നൽകിയെന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ വ്യാജ അക്യുപങ്ചർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയവരെയും, അതേപോലെ തന്നെ ആധുനിക ചികിത്സാ വിധികളെല്ലാം ഉണ്ടായിട്ടും, അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രികളും ഉണ്ടായിട്ടും അവിടെ കൊണ്ടുപോകാതെ ഈ മുഹ്സിനയുടെ ഈ നരകയാതന അനുഭവിച്ച് ഈ ഒരു മരണത്തിലേക്ക് നയിച്ച കുടുംബാംഗങ്ങൾക്കെതിരെയും അന്വേഷണം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ നടക്കുന്നത്. പ്രാകൃതമായ പല രീതിയിലുള്ള, അതായത് ഈ അക്യുപങ്ക്ചറൊക്കെ പ്രാകൃതമാണ് എന്നല്ല, അല്ലെ, വളരെ കൃത്യമായി ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം എന്നുള്ളതാണ്. അതായത് എന്ത് പറഞ്ഞാലും ഇത്രയും വികസിക്കപ്പെട്ട നമ്മുടെ ഡിജിറ്റൽ കാലത്ത് എന്ത് കാര്യവും വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന കാലത്ത് ഒരു അന്വേഷണം പോലുമില്ലാതെ ഇങ്ങനെ അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നത് മന്ത്രവാദം, ദുർമന്ത്രവാദം, ഇതൊക്കെ എന്ത് കഷ്ടമാണ്. 2 ജീവനുകളാണ്, ഒരു അമ്മയും കുഞ്ഞുമാണ്. അവരുടെ ജീവിതം പൊലിഞ്ഞു പോകുന്നത് അകാലത്തിൽ. വളരെ വേദനിപ്പിക്കുന്ന, എത്രയോ കാലം മുന്നിലുണ്ടായിരുന്നു. ഈ 2 ജീവനുകൾ പൊലിയുമ്പോൾ ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ എല്ലാം വല്ലാത്ത ഖേദകരമെന്നേ പറയാനുള്ളൂ. എന്തായാലും സാനു കെ സജീവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.